ഹലോ സ്റ്റുഡൻസ്, ഡൈനാമിക്സ് ഓഫ് മെഷീനറി തേർഡ് മൊഡ്യൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബാലൻസിങ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് മാസസ് എന്ന പോർഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾക്ക് ഈ രണ്ട് പോർഷൻസ് ആണ് കവർ ചെയ്യാനുള്ളത്. പ്രൈമറി ആൻഡ് സെക്കൻഡറി അൺബാലൻസ്ഡ് ഫോഴ്സസ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് മാസസ്, പാർഷ്യൽ ബാലൻസിങ് ഓഫ് അൺബാലൻസ്ഡ് പ്രൈമറി ഫോഴ്സ് ഇൻ എ റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രൈമറി ആൻഡ് സെക്കൻഡറി അൺബാലൻസ്ഡ് ഫോഴ്സസ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് മാസസ്. ഇവിടെ ഈ ഒരു സ്ലൈഡ് ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ ഫിഗർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ റെഫർ ചെയ്യുക. നമ്മളൊരു കാര്യം അവിടെ പറഞ്ഞു, ഈ ഒരു ഫോഴ്സ് FBH എന്നുള്ള ഫോഴ്സ് ഇവിടെ അൺബാലൻസ്ഡ് ആയിട്ട് നിൽക്കും. അതായത് ലൈൻ ഓഫ് സ്ട്രോക്കിൽ അൺബാലൻസ്ഡ് ആയിട്ട് FBH റിമെയിൻ ചെയ്യും. ഈ FBH എന്നുള്ള ഫോഴ്സിനെ നമ്മൾ അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ ഷേക്കിംഗ് ഫോഴ്സ് എന്ന് പറയുന്നു. നമുക്കിവിടെ ഡീൽ ചെയ്യേണ്ടത് റെസിപ്രോക്കേറ്റിംഗ് മാസസിൽ ആക്ട് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട അൺബാലൻസ്ഡ് ഫോഴ്സസ്, ഒന്ന് പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സ്, അതേപോലെ സെക്കൻഡറി അൺബാലൻസ്ഡ് ഫോഴ്സ്. ഈ രണ്ട് കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾക്ക് ആദ്യം ഡീൽ ചെയ്യേണ്ടത്. സോ നമ്മൾക്ക് ഡെറിവേഷനിലേക്ക് പോവാം. ആദ്യം ഈ ടേംസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. M, മാസ് ഓഫ് ദി റെസിപ്രോക്കേറ്റിംഗ് പാർട്സ്, അതായത് ഈ കേസിൽ പിസ്റ്റൺ, അതിൻ്റെ മാസ് ആണ് M. L, ലെങ്ത് ഓഫ് ദി കണക്റ്റിംഗ് റോഡ്. R, crank radius. Theta, crank angle. Omega, angular speed of the crank. Next, N, ratio of connecting rod length to crank radius. അതായത് L/R റേഷ്യോ, എല്ലും ആറും തമ്മിലുള്ള റേഷ്യോയാണ് N എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പിസ്റ്റൻ്റെ ലീനിയർ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻ ഞാനൊന്ന് കാണിക്കാം. ഇതാണ്: ആക്സിലറേഷൻ ഓഫ് ദി റെസിപ്രോക്കേറ്റിംഗ് പാർട്സ് ഈസ് A equal to omega square r cos theta plus cos 2 theta divided by n. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്, റെഫർ ചെയ്യുക. ഇനി ഇവിടെ പിസ്റ്റൻ്റെ ആക്സിലറേഷൻ ഇതാണെന്നും മാസ് ഇതാണെന്നും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന, പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന ഇനേർഷ്യ ഫോഴ്സ് എന്തായിരിക്കും? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് എഴുതാം ഇനേർഷ്യ ഫോഴ്സ് Fi ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അതായത് മാസ് M ഇൻറ്റു ആക്സിലറേഷൻ ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റ പ്ലസ് കോസ് 2 തീറ്റ ബൈ n. അപ്പോൾ നമുക്ക് ഇടുന്നതാണ് M ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റ പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ n. ഇവിടെ ബ്രാക്കറ്റിന് പുറമേയുള്ള M ഒമേഗ സ്ക്വയർ ആർ എന്നുള്ളത് ബ്രാക്കറ്റിനുള്ളിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ. അപ്പോൾ നമുക്ക് ഇടുന്നതാണ് M ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റ പ്ലസ് M ഒമേഗ സ്ക്വയർ ആർ കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ n. ഇതിൽ ഫസ്റ്റ് ടേം, അതിനെയാണ് നമ്മൾ പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ FP എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതേസമയത്ത് രണ്ടാമത്തെ ടേം, അതായത് M ഒമേഗ സ്ക്വയർ ആർ കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ n എന്നുള്ളതിനെ നമ്മൾ FS, അതായത് സെക്കൻഡറി അൺബാലൻസ്ഡ് ഫോഴ്സ് എന്നും പറയുന്നു. അതാണ് നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. വേർ FP ഈസ് നോൺ ആസ് പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് FS ഈസ് നോൺ ആസ് സെക്കൻഡറി അൺബാലൻസ്ഡ് ഫോഴ്സ്. നെക്സ്റ്റ് പോർഷൻ, പാർഷ്യൽ ബാലൻസിങ് ഓഫ് അൺബാലൻസ്ഡ് പ്രൈമറി ഫോഴ്സ് ഇൻ എ റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾക്ക് ഡീൽ ചെയ്യേണ്ടത് റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനിൽ ആക്ട് ചെയ്യപ്പെടുന്ന പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സ് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഈ ഹെഡിങ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ പാർഷ്യൽ ബാലൻസിങ്, അതായത് കംപ്ലീറ്റ് ബാലൻസിങ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, പാർഷ്യൽ ബാലൻസിങ് ആണ്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നമുക്ക് വഴിയെ പഠിക്കാം. ആദ്യം ഈ ഒരു ഫിഗർ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇതൊരു സ്ലൈഡ് ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ ഫിഗറാണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് പിസ്റ്റൺ. ഈ ഒരു പോയിൻ്റ് Pയിലാണ് കണക്റ്റിംഗ് റോഡും പിസ്റ്റണും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി PC എന്നുള്ളതാണ് കണക്റ്റിംഗ് റോഡ്. ഇനി CO എന്ന് കാണിച്ചിരിക്കുന്നത് ക്രാങ്ക് ആണ്. ക്രാങ്കിൻ്റെ റൊട്ടേഷണൽ ആംഗുലാർ വെലോസിറ്റിയാണ് ഒമേഗ എന്ന് കാണിച്ചിരിക്കുന്നത്. അത് ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി C എന്നുള്ള പോയിൻ്റാണ് ക്രാങ്ക് പിൻ. ക്രാങ്ക് പിന്നിൽ ഒരു അൺബാലൻസ്ഡ് മാസ് ഉണ്ട്, അതാണ് ഇവിടെ M എന്ന് കാണിച്ചിരിക്കുന്നത്. ഇനി ഈ ഡോട്ടൽ ലൈനാണ് ലൈൻ ഓഫ് സ്ട്രോക്ക്. ക്രാങ്കും ലൈൻ ഓഫ് സ്ട്രോക്കും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. നമുക്കറിയാം ഈ ക്രാങ്ക് ഒമേഗ റേഡിയൻ പെർ സെക്കൻഡിൽ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ അൺബാലൻസ്ഡ് മാസിൽ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അതാണ് ഇവിടെ M ഒമേഗ സ്ക്വയർ ആർ എന്ന് കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം M ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന അൺബാലൻസ്ഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എപ്പോഴും റേഡിയലി ഔട്ട്വേർഡ് ആണ് ആക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ OCക്ക് അലോങ് ആയിട്ട് റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടായിരിക്കും M ഒമേഗ സ്ക്വയർ ആർ എന്ന് പറയുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അൺബാലൻസ്ഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ലൈൻ ഓഫ് സ്ട്രോക്കും തമ്മിലുള്ള ആംഗിളും തീറ്റ തന്നെയാണ്. സോ ദാറ്റ് M ഒമേഗ സ്ക്വയർ ആറിൻ്റെ
ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആണ് ഇവിടെ എം ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റ എന്ന് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അത് മാത്രമല്ല ഇത് ആക്ട് ചെയ്യുന്നത് ലൈൻ ഓഫ് സ്ട്രോക്കിലാണ്. ലൈൻ ഓഫ് സ്ട്രോക്കിൽ ആക്ട് ചെയ്യുന്ന അൺബാലൻസ്ഡ് ഫോഴ്സിനെയാണ് നമ്മൾ പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഈ പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സ് അതായത് എം ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റ എന്നുള്ളത് നമ്മൾക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഈ സെക്ഷനിൽ നോക്കേണ്ടത്. ഇനി നമുക്ക് ഈ രീതിയിലുള്ള പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു അൺബാലൻസ്ഡ് മാസിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളൊരു ബാലൻസിങ് മാസ് ബി എന്ന് പറയുന്ന ബാലൻസിങ് മാസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ ബാലൻസിങ് മാസും റൊട്ടേറ്റ് ചെയ്യും ക്രാങ്കിൻ്റെ കൂടെ. അപ്പോൾ അതിലും ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടും. അതും ഈ ഒരു ലൈൻ ഓഫ് സ്ട്രോക്കിൽ റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ബി ഒമേഗ സ്ക്വയർ ബി എന്നുള്ളത്. ഇനി നമുക്കറിയാം ഈ ഒരു ആംഗിളും തീറ്റ തന്നെയാണ്. സോ ദാറ്റ് ബി ഒമേഗ സ്ക്വയർ ബി എന്ന് പറയുന്ന ബാലൻസിങ് മാസിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആണ് ഇവിടെ ബി ഒമേഗ സ്ക്വയർ ബി കോസ് തീറ്റ എന്ന് കാണിച്ചിരിക്കുന്നത്. അതേസമയത്ത് അതിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻ്റ് അതായത് ബി ഒമേഗ സ്ക്വയർ ബിയുടെ വെർട്ടിക്കൽ കോമ്പണൻ്റ് ആണ് ബി ഒമേഗ സ്ക്വയർ ബി സൈൻ തീറ്റ എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ബാലൻസിങ് മാസ് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഈ ഒരു പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സ് അതായത് എം ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റയെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഈ ഒരു മാസ് കൊടുത്തത് കൊണ്ട് ഇവിടെ രണ്ട് കോമ്പോണൻസ് ഓഫ് ഫോഴ്സസ് ഡെവലപ്പ് ചെയ്തു. ഒന്നാണ് ബി ഒമേഗ സ്ക്വയർ ബി കോസ് തീറ്റ. അത് ലൈൻ ഓഫ് സ്ട്രോക്കിൽ എം ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റയ്ക്ക് ഓപ്പോസിറ്റായിട്ട് ആക്ട് ചെയ്യുന്നു. അതുമാത്രമല്ല ഇവിടെ ലൈൻ ഓഫ് സ്ട്രോക്കിനെ പെർപെൻഡിക്കുലറായിട്ട് ഡൗൺവേർഡ് ആയിട്ട് ബി ഒമേഗ സ്ക്വയർ ബി സൈൻ തീറ്റ എന്ന് പറയുന്ന മറ്റൊരു ഫോഴ്സ് കൂടി ഡെവലപ്പ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സ് ക്യാൻസൽ ഔട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫോഴ്സ് അതായത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്ന ബി ഒമേഗ സ്ക്വയർ ബി കോസ് തീറ്റ എന്നുള്ളതിൻ്റെയും ഈ എം ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റയുടെയും വാല്യൂ എന്തായിരിക്കണം? സെയിം ആയിട്ട് വരണം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾക്ക് ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. നമുക്ക് ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് പോവാം. The primary unbalanced force can be cancelled by having a mass B at a radius B diametrically opposite to the crank pin C. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡ്യൂ ടു മാസ് ബി അതായത് മാസ് ബി കാരണമുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണെന്നുള്ളത് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബി ഒമേഗ സ്ക്വയർ ബി എന്നുള്ളതാണ്. ഇനി ഈ ബി ഒമേഗ സ്ക്വയർ ബിയുടെ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആണ് ബി ഒമേഗ സ്ക്വയർ ബി കോസ് തീറ്റ. Okay, the horizontal component of this force is b omega square b cos theta. ഇനി നമ്മളുടെ പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സ് ബാലൻസ് ചെയ്യണമെങ്കിൽ ഈ ബി ഒമേഗ സ്ക്വയർ ബി കോസ് തീറ്റ എന്നുള്ളത് എം ആർ ഒമേഗ സ്ക്വയർ കോസ് തീറ്റയ്ക്ക് ഈക്വലൻ്റ് ആയിട്ട് വരണം. അതാണ് എഴുതിയിരിക്കുന്നത്. ദി പ്രൈമറി ഫോഴ്സ് ഈസ് ബാലൻസ്ഡ് ഇഫ് എം ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റ ഈക്വൽ ടു ബി ഒമേഗ സ്ക്വയർ ബി കോസ് തീറ്റ. ഈ രണ്ട് സൈഡിലും അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും കോമൺ ആയിട്ട് കോസ് തീറ്റയും അതേപോലെ ഒമേഗ സ്ക്വയറും ഉണ്ട്. ക്യാൻസൽ ഔട്ടായി പോവും. അപ്പോൾ നമ്മൾ കിട്ടുന്നതാണ് എം ആർ ഈക്വൽ ടു ബി ഇൻറ്റു ബി. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ അതായത് എം ആർ ഇൻറ്റു ബി ബി എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? പ്രൈമറി ഫോഴ്സ് ബാലൻസ് ചെയ്യപ്പെടും. പക്ഷേ ബി എന്നുള്ള ക്യാപിറ്റൽ ബി എന്നുള്ള മാസ് വയ്ക്കുന്നത് കാരണം അവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് മാത്രമല്ല ഡെവലപ്പ് ചെയ്യണത്, എന്തുകൂടിയുണ്ട്? ഒരു വെർട്ടിക്കൽ കോമ്പണൻ്റ് കൂടി ഡെവലപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ സെൻറ്റൻസ് ഒന്ന് വായിക്കാം. ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ബി ഓൾസോ ഹാവ് എ വെർട്ടിക്കൽ കോമ്പണൻറ്റ് ബി ഒമേഗ സ്ക്വയർ ബി സൈൻ തീറ്റ. ഓക്കെ, അതായത് ഈ ബി ഒമേഗ സ്ക്വയർ ബിയുടെ വെർട്ടിക്കൽ കോമ്പണൻ്റ് ആണ് ഇത് ബി ഒമേഗ സ്ക്വയർ ബി സൈൻ തീറ്റ. അതെന്ത് ചെയ്യണം? അത് ബാലൻസ് ആവാതെ അവിടെ കിടക്കുകയാണ്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വിച്ച് റിമെയിൻസ് അൺബാലൻസ്ഡ് ആൻഡ് ഇറ്റ്സ് മാക്സിമം വാല്യൂ വിൽ ബി ബി ഒമേഗ സ്ക്വയർ ബി. അതായത് ഈ ഒരു പർട്ടിക്കുലർ ഫോഴ്സിൻ്റെ മാക്സിമം വാല്യൂ എന്നുള്ളത് എത്രയായിരിക്കും? ബി ഒമേഗ സ്ക്വയർ ബി ആണ്. അതെപ്പോഴാണ്? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ഓർ 270 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിട്ടുള്ള എം ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റയെ നമ്മൾ ബാലൻസ് ചെയ്തു. പക്ഷേ മറ്റൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് അതായത് ബി ഒമേഗ സ്ക്വയർ ബി സൈൻ തീറ്റ എന്ന് പറയുന്ന മറ്റൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് ലൈൻ ഓഫ് സ്ട്രോക്കിന് പെർപെൻഡിക്കുലറായിട്ട് വന്നു. സോ ഇവിടെ
ബാലൻസിങ് ലൈൻ ഓഫ് സ്ട്രോക്കിൽ നടന്നെങ്കിലും ലൈൻ ഓഫ് സ്ട്രോക്കിന് പെർപെൻഡിക്കുലറായിട്ട് മറ്റൊരു ഫോഴ്സ്, അതായത് മറ്റൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുകയാണ്. അതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ദസ് ദിസ് ടൈപ്പ് ഓഫ് ബാലൻസിങ് ഹെൽപ്സ് ടു ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് മാക്സിമം അൺബാലൻസ്ഡ് ഫോഴ്സ് ഫ്രം ദി ലൈൻ ഓഫ് സ്ട്രോക്ക് ടു ദി പെർപെൻഡിക്കുലർ ഓഫ് ദി ലൈൻ ഓഫ് സ്ട്രോക്ക്. അതായത് ലൈൻ ഓഫ് സ്ട്രോക്കിൽ നിന്നും ലൈൻ ഓഫ് സ്ട്രോക്കിനെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്ക് അൺബാലൻസ്ഡ് ഫോഴ്സിനെ മാറ്റുക മാത്രമാണ് ഇവിടെ ചെയ്യപ്പെട്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇവിടെ പ്രൈമറി ഫോഴ്സിനെ പൂർണ്ണമായിട്ട് നമ്മൾ ബാലൻസ് ചെയ്യില്ല. പ്രൈമറി ഫോഴ്സിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ് നമ്മളിവിടെ ഇവിടെ ബാലൻസ് ചെയ്യുക. അതാണ് എഴുതിയിരിക്കുന്നത്. ഹെൻസ് വി ആർ ബാലൻസിങ് ഓൺലി എ പോർഷൻ ഓഫ് ഫ്രാക്ഷൻ സി ഓഫ് ദി റെസിപ്രോക്കേറ്റിംഗ് മാസ്. അതായത് റെസിപ്രോക്കേറ്റിംഗ് മാസിൻ്റെ പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സിൻ്റെ ചെറിയൊരു പോർഷൻ, സി എന്ന് പറയുന്ന ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക, ഈ ഇക്വേഷനെ ഒന്ന് ചേഞ്ച് ചെയ്തു. സി എം ആർ, അതായത് ഫ്രാക്ഷൻ ഓഫ് എം ആർ, പ്രൈമറി ഫോഴ്സിൻ്റെ ചെറിയൊരു ഫ്രാക്ഷനെ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്നതാണ് സി ഇൻറ്റു എം ആർ ഈക്വൽ ടു ബി ബി. ഓക്കെ, ഇനി നമ്മൾക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ടിങ് അലോങ് ദി ലൈൻ ഓഫ് സ്ട്രോക്ക്. നേരത്തെ ഈ രണ്ട് ഫോഴ്സുകളും നമുക്കറിയാം, ഇതാണ് എം ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റ, ഇതാണ് നമ്മളുടെ പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സ്. അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ബി മാസ് വയ്ക്കുമ്പോൾ ആ ലൈൻ ഓഫ് സ്ട്രോക്കിന് നേരെ ഓപ്പോസിറ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ബി ഒമേഗ സ്ക്വയർ ബി കോസ് തീറ്റ. നേരത്തെ ഈ രണ്ട് വാല്യൂസും സെയിം ആയിട്ട് വന്നു. സോ ദാറ്റ് നമ്മൾക്ക് അൺബാലൻസ്ഡ് ഫോഴ്സ് 0 ആയിട്ട് പോകും. പക്ഷേ നമ്മളിവിടെ ഈ പ്രൈമറി ഇതിനെ ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ എന്താണ് ബാലൻസ് ചെയ്യുന്നില്ല. പകരം ഒരു ഫ്രാക്ഷൻ മാത്രമേ നമ്മൾ ബാലൻസ് ചെയ്യുന്നുള്ളൂ. സോ ഇക്വേഷനിൽ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു സി എം ആർ ഈക്വൽ ടു ബി ബി. അപ്പോൾ ഇവിടെയുള്ള ബി ബിക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സി എം ആർ. കണ്ടല്ലോ, സി എം ആർ എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വ്യത്യാസമൊന്നുമില്ല. എം ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് സി എം ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റ എന്നായി. ഇതിൽ കോമൺ ആയിട്ടുള്ള ടേംസ് നമ്മൾ പുറത്തേക്ക് എടുത്തു. അതായത് എം ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് 1 മൈനസ് സി എം ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റ എന്നുള്ളത്. ഇനി നമ്മൾക്ക് എന്താണ് അൺബാലൻസ്ഡ് ഫോഴ്സ് എലോങ് ദി പെർപെൻഡിക്കുലർ ടു ദി ലൈൻ ഓഫ് സ്ട്രോക്ക് ആണ് ബി ഒമേഗ സ്ക്വയർ ബി സൈൻ തീറ്റ. അതായത് ലൈൻ ഓഫ് സ്ട്രോക്കിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അൺബാലൻസ്ഡ് ഫോഴ്സ് ബി ഒമേഗ സ്ക്വയർ ബി സൈൻ തീറ്റയാണ്. ഇവിടെയും ബി ബിക്ക് നമ്മൾ സി എം ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ കിട്ടുന്നതാണ് സി എം ഒമേഗ സ്ക്വയർ ആർ സൈൻ തീറ്റ എന്നുള്ളത്. അതായത് നമ്മൾക്കിവിടെ പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സ് ഒരു ചെറിയൊരു ഫ്രാക്ഷൻ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ പെർപെൻഡിക്കുലർ ലൈനിൽ ചെറിയൊരു ഫ്രാക്ഷൻ എന്തുണ്ടാവും, ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടും. അതായത് പ്രൈമറി ഫോഴ്സിനെ നമുക്ക് പൂർണ്ണമായിട്ടും ബാലൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിൻ്റെ ചെറിയൊരു ഫ്രാക്ഷൻ മാത്രമേ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പൂർണ്ണമായിട്ടും ബാലൻസ് ചെയ്യണമെങ്കിൽ സെയിം എമൗണ്ട് ഓഫ് അൺബാലൻസ്ഡ് എവിടെ ഉണ്ടാവും, അൺബാലൻസ്ഡ് ഫോഴ്സ് എവിടെ ഉണ്ടാവും, പെർപെൻഡിക്കുലർ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തതുകൊണ്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിനിടയിലുള്ള ഒരു കൺവീനിയൻറ്റ് മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സിനെ ചെറിയൊരു ഫ്രാക്ഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ചെയ്യുന്നു. സോ ദാറ്റ് പെർപെൻഡിക്കുലർ ടു ദി ലൈൻ ഓഫ് സ്ട്രോക്കിലും ചെറിയൊരു ഫ്രാക്ഷൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ലൈൻ ഓഫ് സ്ട്രോക്കിലുള്ള അൺബാലൻസ്ഡ് ഫോഴ്സ്, ഇതാണ് ലൈൻ ഓഫ് സ്ട്രോക്കിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അൺബാലൻസ്ഡ് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് നമുക്ക് എങ്ങനെ എഴുതാം, ഇതിൻ്റെ ഈ രീതിയിൽ എഴുതാം. റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ, അതായത് ലൈൻ ഓഫ് സ്ട്രോക്കിലുള്ള ഫോഴ്സിൻ്റെ സ്ക്വയർ പ്ലസ് ഈ ഒരു ഫോഴ്സിൻ്റെ സ്ക്വയർ, അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. റൂട്ട് ഓഫ് 1 മൈനസ് സി എം ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് സി എം ഒമേഗ സ്ക്വയർ ആർ സൈൻ തീറ്റ സ്ക്വയർ. ഇതിൽ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ ഉള്ള ഇക്വേഷനാണ് ഈ കാണുന്നത്. എം ഒമേഗ സ്ക്വയർ ആർ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സി കോസ് തീറ്റ സ്ക്വയർ പ്ലസ് സി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് സ്ക്വയർ ആണ്, ഇൻറ്റു 2 അല്ല, സ്ക്വയർ ആണിത്. ഓക്കെ,